സിമ്പിളായിട്ട് ഗേറ്റും തുറന്ന് ഒരു പാവക്കുട്ടിയായിട്ട് അപ്സരയുടെ അമ്മയും കയറി വന്നു കേട്ടോ. ഏറ്റവും സന്തോഷം തോന്നിയത് അഭിഷേകിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് മോൻ വിഷമിക്കണ്ട, അമ്മ വന്നു, മോൻ്റെ അമ്മ വന്നു എന്ന് പറഞ്ഞു കേട്ടോ. ഇത്രയും ദിവസം ആരും വന്നിട്ട് അങ്ങനെ അഭിഷേകിനെ ചേർത്ത് പിടിക്കണില്ലായിരുന്നു എന്നായിരുന്നു കേട്ടോ എല്ലാവരും പ്രശ്നം. ഈ ഒരു സീൻ കഴിഞ്ഞ ശേഷം അപ്സരയുടെ അമ്മയുടെ അഭിനയമാണെന്നൊക്കെ പറയുന്നുണ്ട്. അഭിനയമാണെങ്കിലും അല്ലെങ്കിലും അപ്സരയുടെ അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം അഭിഷേകിനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തിയത് എന്തായാലും നന്നായി എന്നാണ് എനിക്ക് തോന്നണത്. പക്ഷേ അഭിഷേകിന് ഈ സിമ്പതി എമ്പതി ഇതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അഭിഷേക് ഇങ്ങനെ ഇരുന്ന് ഋഷിയോട് പറയുന്നുണ്ട്, ഋഷി ആ കത്ത് വിഷയമായും തോന്നുന്നു പുറത്ത്, അപ്സരയുടെ അമ്മ വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അമ്മ വന്നു, മോൻ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ എനിക്ക് എന്തോ പോലെ അയ്യോ അതിന് വിഷയമായോ, കാരണം സിമ്പതി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ആരൊക്കെ വന്ന് എത്രയൊക്കെ കെട്ടിപ്പിടിച്ചാലും നമുക്ക് അമ്മമാരില്ലെങ്കിൽ അത് ഏത് അമ്മ വന്ന് ഞാൻ നിൻ്റെ അമ്മയല്ലേ എന്ന് പറഞ്ഞാലും നമുക്ക് സ്വന്തം അമ്മയെ പോലെ ഒരിക്കലും തോന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെങ്കിലും അപ്സരയുടെ അമ്മ വന്നപ്പം അമ്മയാണ് ആദ്യം തന്നെ വന്നതുകൊണ്ട് അപ്സര പേടിച്ച് കരയുന്നുണ്ടായിരുന്നു. എന്നോട് ആൽബിച്ചേട്ടൻ എന്താ വരാത്തത്, ഞാൻ പുറത്തിറങ്ങിയാലും ആൽബിച്ചേട്ടനോട് മിണ്ടില്ല, അമ്മ ആൽബിച്ചേട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പിണങ്ങി നടക്കുമായിരുന്നു അപ്സര. അപ്പോഴാണ് വീട്ടിലേക്ക് 2 മാസ്ക് ഇട്ട ആളുകൾ വന്നത് കേട്ടോ. ഒന്നാമത്തെ ആളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു അത് അപ്സരയുടെ ഹസ്ബൻഡാണെന്ന്. അങ്ങനെ അപ്സരയുടെ ഹസ്ബൻഡ് ഓടി നോറയുടെ ഒക്കെ എടുത്ത് തന്നു കേട്ടോ. നോറ എടുത്തുനിന്ന് കാറിയപ്പോൾ തിരിച്ച് കാറി നോറ പേടിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പോയിട്ട് അപ്സരയെ കെട്ടിപ്പിടിച്ചു അപ്സരയുടെ ആൽബിച്ചേട്ടൻ കേട്ടോ. അങ്ങനെ അപ്സരയ്ക്ക് സന്തോഷമായി. അതൊരു അൺഎക്സ്പെക്റ്റഡ് എൻട്രി ആയിരുന്നല്ലോ. അതിൽ ഏറ്റവും കോമഡി കൂടെ ഒരാളും കൂടെ വന്നായിരുന്നല്ലോ, ബിഗ് ബോസിൻ്റെ ഏതോ സ്റ്റാഫ് ആയിരുന്നല്ലോ മറ്റേ മാസ്ക് ഇട്ട് ഓടി വന്നത് ഇവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ആ മാസ്ക് ഇട്ട് വന്ന ആളെ ബാക്കി മത്സരാർത്ഥികളെല്ലാം കൂടെ വളഞ്ഞ് വിടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി ആ മെഡിക്കൽ റൂമിൽ ഡോക്ടറെങ്ങാനാണോ വന്നതെന്നൊരു സംശയം. കാരണം മറ്റേ സർജിക്കൽ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് വന്നത്, കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട്. അതെന്തായാലും വൻ കോമഡി ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അപ്സരയുടെ ഭർത്താവിൻ്റെ, അതായത് ആൽബിച്ചേട്ടൻ്റെ കുറേ ചളിയൊക്കെ ആയിരുന്നു. ആ ചളിയൊക്കെ കേട്ട് എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ പാട്ട് കേട്ടു, ദൂരെ ഒരു മഴവില്ലിൻ. ഞാൻ പാടിക്കൊളാക്കുന്നില്ല. അപ്പോൾ വേറെ ആരുമല്ല, സായിയുടെ ഭാര്യയ്ക്കുള്ള എൻട്രി സോങ് ആയിരുന്നു അത്. സായിയുടെ തലയിൽ ഇങ്ങനെ കൈവച്ച അയ്യോ സ്നേഹ എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോഴാണ് സിജോയും അഭിഷേകും ഒക്കെ കൂടെ സായി ഉന്തിയത്. നീ പറയുന്നു കണ്ടാ സ്നേഹ കണ്ടാ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ ലിപ് ലോക്കാണ്. അങ്ങനെ ഒരു ചെറിയ ലിപ് ലോക്ക് കൊടുത്തു കേട്ടോ ഭാര്യയ്ക്ക്. അപ്സരയുടെ അമ്മ ഇവിടെ അന്തം വിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ സ്നേഹയ്ക്ക് വന്നതിനേക്കാളും കൂടുതൽ നാണം വന്നത് ജാസ്മിനായിരുന്നു, എന്താണെന്നറിയില്ല. പിന്നെ സീക്രട്ട് ഏജന്റ് എന്ന് വിളിക്കരുതെന്ന് ഇപ്പോൾ സായികൃഷ്ണയുടെ ഭാര്യയോട് സായികൃഷ്ണ പറഞ്ഞത്. അപ്പോൾ ഭാര്യ പറയുന്നുണ്ടായിരുന്നു, സ്നേഹ പറയുന്നുണ്ടായിരുന്നു, ഫുൾ ടൈം സായി കാരണം ഇപ്പോൾ ഞാൻ ഫുൾ ടൈം ഏറിലാണ്, കാരണം ഇപ്പോൾ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നത് ഭാര്യയാണല്ലോ. പിന്നെ സായിയുടെ അച്ഛൻ വിളിച്ചായിരുന്നു കേട്ടോ. അച്ഛൻ പറഞ്ഞു എനിക്ക് നിന്നോടൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സായിക്ക് ഭയങ്കര കുറ്റബോധമാണ്, ഞങ്ങൾക്ക് അച്ഛനെ ഒന്ന് മര്യാദയ്ക്ക് നോക്കിയില്ല എന്നൊക്കെ സായിയും പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ വേറെ വീഡിയോ ഞാൻ 2 ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കണ്ടോളൂ കേട്ടോ. പിന്നെ പറയേണ്ടത് ഗുഡ് ഡേയുടെ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, മറ്റേ ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള ഒരു ടാസ്ക് നടത്തിയായിരുന്നു കേട്ടോ. അപ്പം മുട്ട ഇങ്ങനെ പൊട്ടാതെ സേവ് ചെയ്ത് അപ്പുറം എത്തിക്കണം, വീട്ടുകാരാണെന്ന് മുട്ടയെ സങ്കല്പിക്കണം. അപ്പം ജിൻഡോയുടെ കയ്യിൽ നിന്ന് 2 മുട്ടയും അപ്പം തന്നെ താഴെ പോയതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് മറ്റേ ജാസ്മിൻ്റെയും ഋഷിയുടെയും. കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയുന്ന പോലെ അവർ തന്നെ ജയിച്ചു. അതായത് ജിൻഡോയും ടീം ഡെന്നും ജയിച്ചു, ഡെന്നും പിന്നെ സിജോയുടെ ടീമും ജയിച്ചു. ജാസ്മിൻ്റെ ടീം പൊട്ടിപ്പോയേ, കർമ്മ ഈസ് എ ബൂമറാങ്. പിന്നെ ഇന്നത്തെ ലൈവ്, അതായത് ഇന്നത്തെ ഫുൾ ഡേയും എപ്പിസോഡിനെ കുറിച്ച് പറയുകയായിരുന്നെങ്കിൽ വലിയ രസമുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വലിയ കൊള്ളാന്നല്ല, കുഴപ്പമില്ല, ആവറേജ് എന്ന് തോന്നിപ്പോയി. പിന്നെന്താ, അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. വെറും ബൈ അല്ല, ബൈ ഫ്രം വർഷ വ്യൂ.